ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നമ്മൾ എല്ലാവരും ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഓരോ ഇബാദത്തിനും അതിൻ്റെതായ ഒരു സ്വകാര്യ സ്വഭാവമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഹജ്ജ് എന്ന ഇബാദത്തിന്റെ സ്വകാര്യമായ സ്വഭാവം ആയുസ്സിലൊരിക്കൽ എന്ന രീതിയിലാണ്. ഹജ്ജ് അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് മാത്രം പറയപ്പെട്ട നിബന്ധനകളോടുകൂടെ ചെയ്താൽ ഹജ്ജ് ഹജ്ജാവൂ എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നും നിസ്കാരമായാലും എല്ലാം നിർബന്ധമായ അമലുകൾക്കുള്ള പോലെ തന്നെ സുന്നത്തായ അമലുകൾക്കും ഇതുപോലെ തന്നെ അതിന്റെ സ്വകാര്യ സ്വഭാവമുണ്ട്. ഉദാഹരണം, ഉളുഹിയ്യത്ത് സുന്നത്തായ അമലാണ്. അതിനും അതിൻ്റെതായ സ്വകാര്യമായ നിബന്ധനകളും രീതികളും സ്വഭാവങ്ങളുമുണ്ട്. അത് നിർവഹിക്കേണ്ട സമയം, നിർവഹിക്കേണ്ട വ്യക്തി, നിർവഹിക്കപ്പെടേണ്ട മുതല്, ഈ രീതിയിൽ ഓരോ അമലുകൾക്കും അതിൻ്റെതായ സ്വകാര്യമായ സ്വഭാവമുണ്ട് എന്നുള്ളിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, ലോകത്തെ എല്ലാവരും നിർവഹിക്കണമെന്ന് മതം പറഞ്ഞിട്ടുള്ള ഒരു പുണ്യമാക്കപ്പെട്ട അമലാണ് സ്വദഖ എന്നുള്ളത്. അതിന്റെ ഒരു സ്വകാര്യ സ്വഭാവം സ്വദഖ മിക്കവാറും രഹസ്യമായി തന്നെ ചെയ്യണമെന്നുള്ളതാണ്. സ്വദഖ രഹസ്യമായി സംഭവിക്കുമ്പോൾ അതിൻ്റെതായ ഫലം കൂടുതലാണ്. സ്വദഖ രഹസ്യമായി സംഭവിക്കലാണ് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സ്വദഖ ചെയ്യുന്നവനിലൂടെ സാധ്യമാവൂ. ഇങ്ങനെ നിരന്തരമായി പലതും അതിനോട് നിബന്ധന പറയപ്പെട്ടിട്ടുണ്ട്. സ്വദഖ രഹസ്യമാവുക എന്നുള്ളിടത്ത് പരിശുദ്ധ പ്രമാണങ്ങൾ എത്രമാത്രം ഗൗരവത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തെ പറഞ്ഞോടുത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അതിലൊരു പ്രധാന വിഭാഗം വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ യമീനുഹു മാ തൗഫിഖു ശിമാലുഹു. ഒരു മനുഷ്യൻ അർശിന്റെ തണലിലേക്ക് യോഗ്യനായത് ഏത് കാരണത്താലാണെന്നറിയോ? അവൻ ചെയ്ത സ്വദഖ രഹസ്യമാക്കി വെച്ചു. അവന്റെ വലത്തെ കൈ കൊണ്ടാണ് കൊടുത്തതെങ്കിൽ ഇടത്തെ കൈ അറിഞ്ഞിട്ടില്ല, സ്വന്തം ശരീരം പോലും അറിഞ്ഞിട്ടില്ലാത്ത വിധം അത്രത്തോളം സ്വകാര്യ സ്വഭാവം ആ സ്വദഖക്ക് ഉണ്ട് എങ്കിൽ ആ സ്വദഖ മുഖേന അവൻ എത്തിപ്പെടുന്നത് അർശിന്റെ തണലെന്ന് പറയുന്ന മഹ്ശറയിലെ മഹാ ആനുകൂല്യത്തിലാണ് അവൻ എത്തിപ്പെടുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുണ്ട്, സ്വദഖയുടെ പവിത്രതയെ അവർ കൽപ്പിച്ചിട്ടില്ല. സ്വദഖയെ അവർ നടത്തുന്നത് അവരുടേതായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി. അപ്പോ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പേരിൽ ചിലപ്പോൾ കൊടുത്തതിനു ശേഷം ആ സ്വദഖയെ വിളിച്ചു പറഞ്ഞതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സ്വാർത്ഥംപരികളായ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വദഖ കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങാം. എത്ര വൃത്തികെട്ട സംസ്കാരമാണെന്നത്! എത്രയോ വൃത്തികെട്ട ഒരു സംസ്കാരം. സ്വദഖ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങാം. അങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ, സൗജന്യമായി കൊടുത്തിട്ട് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഏതെങ്കിലും ഒരു അവസ്ഥ വരുമ്പോ ആ കൊടുത്തതിനെ തിരിച്ചു വാങ്ങാം. അങ്ങനെ സ്വദഖ കൊണ്ട് ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കുന്ന ആളുകളുണ്ട്. ഒരു സോപ്പിങ്ങിന് അല്ലെങ്കിൽ അവരെ ഒന്ന് കണ്ണിൽ പൊടിയിടാൻ, ആ രീതിയിലുള്ള ദുനിയവിയായ ആവശ്യങ്ങൾക്ക് സ്വദഖയെ മാനദണ്ഡമാക്കി പോകുന്ന ചില ആളുകളുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃത്തികെട്ട സംസ്കാരത്തെ ഉപമിച്ചത് ഏതുപോലെയാണെന്ന് അറിയും. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ആ ഹദീസ് പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ മസലുൽ ലദീ യതസദ്ദഖു ബിസ്സദഖ. ഒരാളുടെ ഉപമ, ഉദാഹരണം ഏതുപോലെ എന്നറിയും? അവനൊരു സ്വദഖ ചെയ്തവനാണ്. സ്വദഖ ചെയ്തിട്ട് സുമ്മ യഊദു ഫീ സ്വദഖതിഹി, താൻ ചെയ്ത സ്വദഖയെ അവൻ പിൻവലിച്ചു, തിരിച്ചു വാങ്ങി, കൊടുത്തതിനെ തിരിച്ചു വാങ്ങി. സ്വദഖ കൊടുത്തത് തിരിച്ചു വാങ്ങിയാൽ
ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഒരു നീചമായ സംസ്കാരമാണ്. ഏതുപോലെ ഒരു നായനെ പോലെയാണ് അവൻ. നായ എന്ന് പറഞ്ഞാൽ തന്നെ അതിലുമുണ്ടൊരു സംസ്കാരം. പക്ഷെ ഈ നായനെ കുറിച്ച് കേട്ടോ, ഈ നായ എങ്ങനത്തെ നായ? ഛർദിച്ചു, എന്നിട്ട് ആ നായ ഛർദിച്ചത് നായ തന്നെ തിന്നു എന്ന പോലെ. നായ എന്ന് പറഞ്ഞാൽ ഒരു നജസാണ്, മുഗല്ലദായ നജസാണ്. മുഗല്ലദായ നജസ്, കടുപ്പം കൂടിയ നജസാണ് നായ. അതിനോട് ഉപമിച്ചു. ഛർദിയും നജസാണ്. നോർമലി നായ അല്ലാത്ത ഏത് ജീവിയുടെയും ഛർദി നജസാണ്. മുഗല്ലദായ നജസായ നായ ഛർദിച്ചാലോ കടും നജസ്. ആ ഛർദിയെ പിന്നെ ഒരാൾ പോയി ആഹരിക്ക എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികെട്ടൊരു സംസ്കാരമായിരിക്കും. സ്വതക്ക കൊടുത്തതിനെ തിരിച്ചു വാങ്ങുന്നവനെ അവിധം ഉപമപ്പെടുത്തി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സംസ്കാരത്തിലേക്ക് അള്ളാഹു നമ്മെ തരം താഴ്ത്താതിരിക്കട്ടെ. ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യന്മാർക്ക് ബോധം വേണ്ടേ? ഇതിനെക്കുറിച്ചൊന്നും ആളുകൾക്കൊരു ബോധമല്ല. ഞാൻ നേരത്തെ പറഞ്ഞോടത്തേക്ക് തിരിച്ചു വരുന്നു. ഓരോ അമലിനും അതിൻ്റെതായ ഒരു സ്വകാര്യ സ്വഭാവമുണ്ട്. സ്വതക്കയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വതക്ക കബൂലാവാൻ വേണ്ട മാനദണ്ഡം, അതിന്റെ നിബന്ധന പോലെ സ്വതക്കക്ക് ഒരു സ്വകാര്യത വേണം. രഹസ്യമായാവണം സ്വതക്ക ചെയ്യേണ്ടത്. സ്വതക്ക രഹസ്യമായിട്ടാ ചെയ്യേണ്ടത്. സ്വതക്ക രഹസ്യമായിട്ട് അതിന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന 5 കാര്യങ്ങളുണ്ട്. രഹസ്യമായ സ്വതക്കയിലെ 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് സ്വതക്കയിലെ 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് രഹസ്യമായിട്ട് തന്നെ ചെയ്യണം. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. സ്വതക്ക കൊടുക്കുന്നത് സ്വകാര്യമായി രഹസ്യമായാവണം. അത് പബ്ലിസിറ്റിക്കല്ല. സ്വതക്കയുടെ സ്വീകാര്യതയിൽ, സ്വതക്കയുടെ പ്രതിഫലത്തിൽ നമുക്ക് ഭാഗവാക്കാകണോ, നമുക്ക് സ്വതക്ക കൊണ്ട് ഗുണം കിട്ടണോ? 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് അത് സ്വകാര്യമായി തന്നെ ചെയ്യാം. അൻ തുഖ്ഫിയ സ്വതക്ക, സ്വതക്ക സ്വകാര്യമായി രഹസ്യമായി ചെയ്യാം. ഖുർആൻ പറഞ്ഞിട്ടുണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഇൻ തുഖ്ഫൂഹാ വതുഅ്തൂഹൽ ഫുഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും. സ്വതക്ക നിങ്ങൾ കൊടുക്കുമ്പോൾ അത് രഹസ്യമായി കൊടുത്താൽ, സ്വതക്ക രഹസ്യമായാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറാണെന്ന് ഖുർആൻ. അത് ഖൈറാണെന്ന് ഖുർആൻ. മഹാന്മാർക്ക് എത്ര സൂക്ഷ്മത ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. രഹസ്യമായ സ്വതക്ക എത്ര സൂക്ഷ്മത. സലഫ് സ്വാലിഹീങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച് സ്വതക്ക ചെയ്യൂല. എന്തുകൊണ്ട്? സ്വതക്കയുടെ സ്വീകാര്യതയിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു നിബന്ധന അത് സ്വകാര്യമായിട്ട് സംഭവിക്കണം. അത് പബ്ലിസിറ്റിയിൽ പറയപ്പെടാൻ, പബ്ലിക്കിൽ അത് അവതരിപ്പിക്കപ്പെടാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവരിൽ പലരും സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ഏതെങ്കിലും ഫഖീറുണ്ടോ തന്റെ സ്വതക്ക സ്വീകരിക്കാൻ എന്ന് രഹസ്യമായിട്ട് അന്വേഷിച്ചു. ഇത് സ്വീകരിക്കുന്ന ആൾക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവരുത്. അപ്പൊ ആരാ കൊടുത്തിട്ട് പോകുന്നെന്ന് ഇത് സ്വീകരിക്കുന്ന ആള് പോലും അറിയരുത്. അത്രത്തോളം രഹസ്യ സ്വഭാവം സ്വതക്കയിൽ ഉണ്ടാവണമെന്ന് മഹാന്മാരായ സലഫ് സാലിഹീങ്ങൾ ആഗ്രഹിച്ചു. അവർ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. സ്വതക്കയെ ആ രീതിയിൽ അവർ കണ്ടു. പിന്നെയോ ചില സലഫ് സാലിഹീങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? അവർ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളെ തേടി നടന്ന പോലെ തന്നെ സ്വതക്കയെ അവർ ഏതെങ്കിലും ഒരു മിസ്കീനായ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അയാളുടെ വസ്ത്രത്തിൽ കെട്ടിവെക്കുമായിരുന്നു. അയാളുടെ പോക്കറ്റിൽ വെച്ച് കൊടുക്കും. ഒരു മിസ്കീനായ മനുഷ്യൻ ഒരു സ്ഥലത്തുണ്ട്, മൂപ്പര് കിടന്നുറങ്ങുമ്പോൾ അയാളുടെ പോക്കറ്റിൽ വെച്ച് കൊടുക്കും. ആരും കാണില്ല, ആരും അറിയില്ല. മിസ്കീനായ മനുഷ്യൻ അത് കിട്ടി, പക്ഷെ അവന്റെ പോക്കറ്റിലുള്ളത് തന്നെയാണെന്ന് വിചാരിച്ചവൻ അത് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ സ്വതക്ക ചെയ്ത സലഫ് സാലിഹീങ്ങളുണ്ട്. എന്നാൽ ചിലര് ചെയ്തത് അങ്ങനെയല്ല. സ്വതക്ക കൊടുക്കാനുള്ള മുതലെടുത്തുകൊണ്ടുപോയി ഫക്കീറന്മാരും മിസ്കിന്മാരും വരുന്ന വഴിയിൽ വെച്ചിട്ട് ബോർഡ് എഴുതി വെച്ചു, ഈ കാണുന്ന സംഖ്യ ഇത് എന്റെ സ്വതക്കയാണ്, ഈ റോഡിലൂടെ വരുന്ന മിസ്കീനും ഫക്കീറിനും ഇത് അവകാശപ്പെട്ടതാ, നിങ്ങൾ എടുത്തോളൂ എന്ന് എഴുതി വെച്ചിട്ട് ഇത് കൊണ്ടുവന്ന് വഴിയിൽ വെച്ചിട്ട് പോകുമായിരുന്നു.
ആലോചിച്ച് നോക്കണേ, എന്തുകൊണ്ട് സദഖയുടെ കൂലി നഷ്ടപ്പെടാൻ പാടില്ല? ഒന്നാമത്തെ കാര്യം രഹസ്യമായിട്ട് സംഭവിക്കണം എന്നുള്ളതാ. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. സദഖയുടെ കൂലി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം സദഖ കൊടുത്താൽ അതിന്റെ ഗുണമെടുത്ത് പറയുകയോ, സ്വതക്ക സ്വീകരിച്ചു കൊണ്ടുപോയവനെ ആ സ്വതക്കയുടെ പേരിൽ ചൂഷണം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. കൂലി നഷ്ടപ്പെടും. അത് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഖുർആനിലുണ്ടല്ലോ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആഅ അന്നാസ്. നമ്മൾ നേരത്തെ ഈ ആയത്ത് ഓതി അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന സദഖയെ നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ. ചില ആളുകൾ സദഖ ചെയ്യും, എന്നിട്ട് അതിന്റെ ഗുണമെടുത്ത് പറയും, അത് കൊടുത്തിട്ട് വിളിച്ചു പറയും, അത് സ്വീകരിച്ചു കൊണ്ടുപോയ ആളെ മാനസികമായി ഇത് പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അതുപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടി സദഖ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവല്ലേ എന്ന് ഖുർആന്റെ ഉപദേശം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോൻ ഖബൂലായ രീതിയിൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. സദഖ കൊണ്ട് ഗുണം കിട്ടാൻ വേണ്ടി, കൂലി കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളിൽ മൂന്നാമത്തത് കേട്ടോളൂ. അൻ തുഖ്രിജഹാ മിൻ അത്യ്യബി അംവാലിക. നല്ല മുതൽ നീ സദഖ ചെയ്യണം. നിന്റെ കയ്യിൽ നല്ലതുകൊണ്ട്, നല്ലതെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട്. ദാനം ചെയ്യുമ്പോ നല്ലതീനാ ദാനം ചെയ്യേണ്ടത്. ഇത് രണ്ടും നിനക്കുണ്ടല്ലോ. രണ്ടും ഉണ്ടെങ്കിൽ അതിൽ നല്ലതീന്ന് ദാനം ചെയ്യണം. അതാണ് ഒരു സദഖ ചെയ്യുന്നവന് സദഖ കൊണ്ട് ഗുണം കിട്ടാനുള്ള മൂന്നാമത്തെ നിബന്ധന. ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇതൊക്കെ പറഞ്ഞതാണ്. ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലൗ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. സൂറത്ത് ആൽ ഇംറാൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവ് ചെയ്യാതെ നിങ്ങൾക്ക് പരിപൂർണ ഗുണം കിട്ടൂല, കൂലി കിട്ടൂല. ചില ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വയജഅലൂന ലില്ലാഹി മാ യക്റഹൂൻ. കപടന്മാരെ കുറിച്ച് പറഞ്ഞു, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ പടച്ചോന്റെ പേരിലേക്ക് ആക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടല്ലോ. 2 500 നോട്ടുണ്ട്, ഒരെണ്ണം കീറിയതാ. അത് കീറിയത് പള്ളിയിൽ സംഭാവന കൊടുക്കാം, നല്ലത് പേഴ്സിലും വെക്കാം. അല്ല, പറ്റൂല. സദഖ ചെയ്യുമ്പോൾ നല്ലതിൽ നിന്നും ചെയ്യണം. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ല ത്വയ്യിബാ. അല്ലാഹു നല്ലവനാ, പരിശുദ്ധനാ. അല്ലാഹു വിശുദ്ധനാ. ശുദ്ധിയില്ലാത്തത്, ശുദ്ധി കുറഞ്ഞത് അല്ലാഹു സ്വീകരിക്കൂല. ഈ ശുദ്ധി മനസ്സിന്റെ ശുദ്ധിയാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വതക്ക അള്ളാഹു കബൂലാക്കാൻ, സ്വതക്ക കബൂലാക്കാൻ നാം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളിൽ മൂന്നാമത്തേത് നല്ലതിൽ നിന്നും നമ്മൾ ചെലവ് ചെയ്യണം. നല്ലത്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, ഒരാൾ കുറെ പലിശയുടെ മുതലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് അത് സ്വതക്കയാണ്, അതുകൊണ്ട് ഗുണം കിട്ടും. അത് ഒഴിവാക്കുക എന്നല്ലാതെ അത് സദഖ ചെയ്യാൻ വേണ്ടിട്ട് പലിശ സമ്പാദിക്കാം. എന്തേ? ഞാനിത് പാവങ്ങൾക്കും കൊടുക്കണ്ട, ഹറാമ് സമ്പാദിക്കണം. എന്തിനാത്? ഹറാമ് സമ്പാദിക്കുന്നത് ദാനം ചെയ്യാൻ വേണ്ടി, സദഖ ചെയ്യാൻ വേണ്ടി. കൂലി കിട്ടോ? ഇല്ലല്ലോ. ഏതുപോലെ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കമൻ തഹറ സൗബ ബിൽ ബൗലി. മൂത്രം കൊണ്ട് ഉടുത്ത തുണി ശുദ്ധിയാക്കുന്ന പോലെയാ. വസ്ത്രം ശുദ്ധിയാക്കാൻ മൂത്രം ഉപയോഗിച്ചു എന്ന പോലെ. മൂത്രം കൊണ്ട് വസ്ത്രം ശുദ്ധിയാക്കൽ നടക്കൂലല്ലോ. എന്നുപോലെ സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് നീ പാപത്തിലൂടെ, പാപം ചെയ്ത് സമ്പാദിച്ച ഹറാമിന്റെ മുതലുണ്ടല്ലോ, അത് സമ്പാദിക്കൽ ഹറാമാണല്ലോ. ആ മുതലും ഹറാമാണ്, സമ്പാദിച്ച രീതിയും ഹറാമാണ്. അങ്ങനത്തെ പാപത്തെ കൊണ്ട്, പാപം ചെയ്തുകൊണ്ട് പാപത്തെ പുണ്യമാക്കാൻ നീ ശ്രമിച്ചാൽ, പാപം ചെയ്തതുകൊണ്ട് ആ ചെയ്ത പാപത്തെ വെച്ചുകൊണ്ട് അതിനെ പുണ്യമാക്കാൻ നീ ശ്രമിച്ചാൽ നടക്കൂലല്ലോ. എന്ന പോലെ സദഖ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളിൽ മൂന്നാമത്തേത് നല്ല മുതൽ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നാലാമത്തേത് കേട്ടോളൂ, അൻ തുഅതിയ ബിവജ്ഹി തുൽഖിൻ മുസ്തബ്ശിരിൻ ഗൈറ മുസ്തക്രിഹിൻ. ചിരിച്ച മുഖത്തോടുകൂടി കൊടുക്കണം. പടച്ചോനെ തീർന്നു പോയല്ലോ, കൊടുത്തു പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എല്ലാ ആൾ വന്ന് ചോദിച്ചപ്പോ എങ്ങനെ കൊടുക്കാതിരിക്കാം? വെറുത്ത മനസ്സോടുകൂടെ കൊടുക്കരുത്, സന്മനസ്സോടുകൂടെ കൊടുക്കണേ, നല്ല മനസ്സോടുകൂടെ കൊടുക്കണേ, വെറുപ്പോടുകൂടെ കൊടുക്കണേ, ഇഷ്ടത്തോടുകൂടെ കൊടുക്കണേ, സന്തോഷത്തോടുകൂടെ കൊടുക്കണേ. ഇഷ്ടവും സന്തോഷം വേണം, അല്ലാതെ വെറുത്ത് ഇന്ത്യയിലാവട്ടെ മുസീബത്താണ് ഒഴിഞ്ഞു പോയാൽ ചേർത്ത് 50,000 50,000 വല്ലോടത്തിലും പോട്ടെ അല്ലെ, അങ്ങനെ അതുകൊണ്ട് ഗുണമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആനിൽ ഇതിന് അടിസ്ഥാനമുണ്ട്. ഖുർആനിലുണ്ട് അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നാ വലാ അദാ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പരിശുദ്ധ ഖുർആൻ ചില ആളുകളുണ്ട് ചെയ്യുന്ന സദഖയുണ്ടല്ലോ, ആ സദഖയെ സന്തോഷത്തോടുകൂടെ ചെയ്യുന്നു. അവർക്കതിന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് ചെയ്യുന്നത്, അത് നശിപ്പിക്കാനല്ല. ചെയ്യുന്നത് നശിപ്പിക്കാനല്ല, കുറ്റം പറഞ്ഞും വാങ്ങിക്കൊണ്ടുപോയ ആളെ ചൂഷണം ചെയ്തും ഒന്നുമല്ല, ഇതുകൊണ്ട് ഗുണം കിട്ടണമെന്ന നെയ്യത്തിലാ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് പേടിക്കണ്ട, അള്ളാഹു പ്രതിഫലം പൂർത്തിയാക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഒരു ദിർഹം 100 ദിർഹമിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു അവസരമുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിർഹം കൊണ്ട് 100 ദിർഹമിന്റെ മുകളിൽ കയറാൻ കഴിയുന്ന ഒരു അവസരം സദഖ ചെയ്യുമ്പോൾ നമുക്ക് നേടാം. സന്തോഷത്തോടുകൂടെ ഒരു ദിർഹം അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്യുന്ന ആള് സന്തോഷമില്ലാതെ 100 ദിർഹം സദഖ ചെയ്യുന്നതിനേക്കാളും നല്ലതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിവായത്തിലുണ്ട് 1000 ദിർഹമിന്റെ അപ്പുറമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 1000 ദിർഹമിന്റെ അപ്പുറമൊക്കെ ഒരു ദിർഹം ചൊല്ലും, നിന്റെ മനസ്സിന്റെ സന്തോഷമാണ്. എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുണ്ട്, ഞാൻ സന്തോഷത്തോടുകൂടി കൊടുത്തതാ, ഞാൻ തൃപ്തിയോടുകൂടെ കൊടുക്കണം, സന്തോഷത്തോടുകൂടെ കൊടുക്കണം, തൃപ്തിയോടുകൂടെ കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, തൃപ്തിയും സന്തോഷം ഉണ്ടാവണം. ഇനി കേട്ടോളൂ, സദഖ സ്വീകരിക്കാൻ നാം പാലിക്കേണ്ട 5 കാര്യങ്ങളിൽ 5-ാമത്തേത് അൻതതഹറാ ബിസദഖതിക മഹല്ലം വതുഅതിയൽ ആലിമൽ മുത്തഖിയല്ലദീ യസ്തഈനു ബിഹാ അലാ ത്വാഅത്തില്ലാഹി വതഖ്വാ അവിസ്വാലിഹൽ മുഖല്ലാം. നിന്റെ സദഖ സ്വീകരിക്കുന്ന ആൾ ഒരു മുത്തഖിയായ മനുഷ്യനാവാൻ പരമാവധി ശ്രദ്ധിക്കണേ, അതൊരു ആലിമാവാൻ ശ്രദ്ധിക്കണേ, അതൊരു തഖ്വയുള്ള മനുഷ്യനാവാൻ ശ്രദ്ധിക്കണേ, സൂക്ഷ്മതയുള്ള ഒരു സ്വാലിഹായ മനുഷ്യനാവാൻ ശ്രദ്ധിക്കണേ. നിന്റെ ഈ സദഖ സ്വീകരിച്ചാൽ അള്ളാന്റെ മാർഗത്തിൽ അയാൾ പ്രവർത്തിക്കുമ്പോൾ നീ കൊടുത്ത സദഖ മുഖേന അത് അയാൾ നിന്റെ സദഖയെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നുവെങ്കിൽ അതിന്റെയും കൂടി ഗുണം നിനക്ക് കിട്ടും. ഉദാഹരണം, നമ്മൾ കുറച്ച് ഭക്ഷണമാണ് സദഖ ചെയ്യുന്നത്, അത് സ്വീകരിക്കുന്ന ആൾ ഒരു സ്വാലിഹായ മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ ആ ഭക്ഷണം തിന്നത് കൊണ്ട് കിട്ടുന്ന ഊർജം അവൻ ഇബാദത്തിന് ഉപയോഗിക്കും. അപ്പൊ അതിന്റെ ഒരു ഗുണം നിനക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. സദഖ സ്വീകരിക്കുന്ന ആള് സ്വാലിഹാവണം, മുത്തഖിയാവണം, നല്ല മനുഷ്യനാവണം, പ്രത്യേകിച്ച് ഇൽമിന്റെ അഹ്ലുകാരനാവണം. അതങ്ങോട്ട് ശ്രദ്ധിക്ക. ഈ രീതിയിൽ 5 കാര്യങ്ങളെ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സദഖ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ്. ഈ 5 കാര്യങ്ങളില്ലാതെ എത്ര പണം ചെലവ് ചെയ്തിട്ടും കാര്യമില്ല. കൂലി കിട്ടാൻ എത്ര പണം മുടക്കിയിട്ടും കാര്യമില്ല. ഈ 5 കാര്യങ്ങൾ വേണം. ജീവിതത്തിൽ സദഖ ഒഴിവാക്കാൻ പാടില്ലല്ലോ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ലഹു മാലു ഫലതസദ്ദഖ ബിമാലിഹി. ഒരാൾക്ക് പണമുണ്ട് എങ്കിൽ പണം കൊണ്ട് അവൻ സദഖ ചെയ്യട്ടെ.
വമൻ കാന ലഹു ഇൽമുൻ ഫലതസദ്ദഖ ബിഇൽമിഹി, ഒരാൾക്ക് ഇൽമാണ് ഉള്ളത് എങ്കിൽ ഇൽമ കൊണ്ടവൻ സ്വതഖ ചെയ്യട്ടെ. വമൻ കാന ലഹു ഖുവ്വത്തുൻ ഫലതസദ്ദഖ ബിഖുവ്വതിഹി, ഒരാൾക്കുള്ളത് ആരോഗ്യമാണ് എങ്കിൽ ആരോഗ്യത്തെ അവൻ സ്വതഖ ചെയ്യട്ടെ. ആരോഗ്യത്തെ സ്വതഖ ചെയ്യാന്ന് പറഞ്ഞാൽ ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാ, റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാ ആരോഗ്യം. അങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ ആരോഗ്യത്തെ സ്വതഖ ചെയ്യട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ സ്വതഖ ഒഴിവാക്കാൻ പാടില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്വതഖ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു ഹദീസ് പറയാം. ഒരു മനുഷ്യൻ സ്വതഖ ചെയ്യുമ്പോൾ അള്ളാന്റെ സഹായം അവനുണ്ടാവല്ലേ? സ്വതഖ ചെയ്യുന്നവന്റെ നേരെ അള്ളാന്റെ സഹായമുണ്ട്. ജീവിതത്തിന്റെ ഞെരുക്കങ്ങളൊക്കെ അവന്റെ മുന്നിൽ നിന്ന് മാറും. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിം. അതിനാദ്യം വേണ്ട ഒരു മനസ്സാണ്, ചെയ്യാനുള്ളൊരു മനസ്സ്. സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് പറയുന്നുണ്ട്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മസലുൽ ബഖീൽ വൽ മുതസദ്ദിഖ്, ഒരു പിശുക്കൻ, മസലുൽ ബഖീൽ വൽ മുതസദ്ദിഖ്, ഒരു പിശുക്കനായ മനുഷ്യനെയും ഒരു സ്വതഖ ചെയ്യുന്ന ആർദ്രതയുള്ള മനസ്സുള്ള ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യനെയും ഹബീബായ നബി തങ്ങൾ ഉപമിച്ചു. പിശുക്കനും ധർമ്മിഷ്ഠനും ഇരുമ്പിന്റെ 2 ജുബ്ബയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പടയങ്കി വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ ആ പടയങ്കി വസ്ത്രം രണ്ടുപേരുടെയും ശരീരത്തില് വലിയ ടൈറ്റാണ്. അങ്ങനെ ഈ ടൈറ്റോടുകൂടെ അവരുടെ രണ്ടുപേരുടെ കൈ ഇങ്ങനെ ചേർന്ന് കഴുത്തിനോട്, നെഞ്ചിലേക്ക് കൈ വെച്ചിട്ട് അതിങ്ങനെ ചേർന്ന് കഴുത്തിനോട്, അവർക്ക് കൈ അനക്കാൻ പറ്റില്ല, ഈ കൈ കൊണ്ട് എടുത്ത് കൊടുക്കുകയും വേണം. ആർക്കൊക്കെ ഈ 2 വസ്ത്രം ഉള്ളത്? ഇരുമ്പിന്റെ വസ്ത്രം ഭയങ്കര ടൈറ്റുള്ള വസ്ത്രം, കൈ ഇങ്ങനെ നെഞ്ചിൽ വെച്ചിട്ട് കഴുത്തിനോട് ചേർത്ത് വെക്കപ്പെട്ട രീതിയിൽ ഈ ഇരുമ്പിന്റെ വസ്ത്രമുള്ളത് ഒരു പിശുക്കനായ മനുഷ്യനും ഒരു ആർദ്രതയുള്ള, എന്തെങ്കിലുമൊക്കെ ആരോഗ്യം കൊടുക്കാൻ താല്പര്യമുള്ള ഒരു സ്വതഖ ചെയ്യുന്ന മനുഷ്യനും. അങ്ങനെ സ്വതഖ ചെയ്യുന്ന മനുഷ്യൻ സ്വതഖ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴേക്കും അവന്റെ മനസ്സിന്റെ താല്പര്യം അനുസരിച്ച് അവന്റെ ഇരുമ്പിന്റെ കുപ്പായം അഴിഞ്ഞഴിഞ്ഞു വരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈദാ ഹമ്മൽ ബഖീൽ ബിസദഖത്തിൻ തഖല്ലസത അലൈഹി, പിശുക്കനായ മനുഷ്യനാണ് സ്വതഖ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും അവന്റെ വസ്ത്രങ്ങൾ ഞെരുങ്ങി വരും. അപ്പൊ അവന്റെ കൈ കൊണ്ട് അനക്കാൻ പറ്റില്ല, ആ കൈ കൊണ്ടൊരു സ്വതക്കം ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ സ്വതക്ക ചെയ്യുന്ന 2 ആളുകളെ ഉപമിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. ഈ വസ്ത്രം, ഇരുമ്പിന്റെ വസ്ത്രം അവരുടെ മനസ്സാണ്. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. പുണ്യ നബി പറയുന്നു, പിശുക്കൻ അവന്റെ മനസ്സിനെ ഒന്ന് വിശാലമാക്കാൻ ശ്രമിക്കുന്ന പോലെ അവന്റെ ഈ കുടുസായി നിൽക്കുന്ന ഇരുമ്പിന്റെ വസ്ത്രത്തെ ഒന്ന് അകറ്റാൻ അവനൊന്ന് ശ്രമിക്കുമ്പോ അവന് സാധിക്കുന്നില്ല. അത്രത്തോളം അവൻ എടങ്ങേറായി നിൽക്കേണ്ടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ അതൊരു വലിയൊരു കാര്യ. ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്ന സ്വതഖയുണ്ടല്ലോ, ഇദാ ഖറജത് മിൻ യദി സാഹിബിഹാ, പുണ്യ നബി പഠിപ്പിച്ചല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസ്സദഖത്തു ഇദാ ഖറജത് മിൻ യദി സാഹിബിഹാ തകല്ലമത് ബിഖംസി കലിമാത്, നമ്മൾ ചെയ്യുന്ന സ്വതഖ നമ്മുടെ കയ്യിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ ഒരാൾക്ക് കൊടുക്കാണ്, അത് സ്വീകരിക്കുന്ന ആളിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് നീങ്ങാണ്. 5 വർത്താനം പറഞ്ഞിട്ടാ ഈ സ്വതഖ ഇവിടുന്ന് അങ്ങോട്ട് പോവാ. നമ്മൾ കൊടുക്കുന്ന പണമുണ്ടല്ലോ സ്വതഖയായി, അത് സ്വീകരിക്കുന്നവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ നമ്മുടെ കയ്യിൽ നിന്നും അത് ഇറങ്ങി മറ്റേ ആളിലേക്ക് അങ്ങ് പോകുന്ന പോക്കില് ആ സ്വതഖ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോവാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് പറയും. എടോ സഹോദരാ, എന്നെ സ്വതഖ ചെയ്യുന്ന നിന്നോട് ഞാൻ പറയട്ടെ, കുന്തു സഗീറാ, ഞാനൊരു കുഞ്ഞു സാധനമായിരുന്നു, ഞാൻ വളരെ ചെറുതായിരുന്നു. ഫകബ്ബർതനി, നീ എന്നെ വലുതാക്കി. ഞാനിപ്പോ ഇവിടുന്ന് അപ്പുറത്തേക്ക് കടന്നപ്പോ 7 ഇരട്ടി, 70 ഇരട്ടി, 700 ഇരട്ടി, 7000 ഇരട്ടി
ഇരട്ടി എന്ന രീതിയിലേക്ക് ഞാൻ വലുതായി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകലോടുകൂടെ സ്വതക്കയാകുന്ന ഞാൻ പ്രതിഫലം കൊണ്ട് ഇരട്ടിയായി വലുതായി എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. രണ്ടാമത് പറയും കുന്തു ഹരിസി ഫൽആന സിർതു ഹാരിസക. സഹോദര, ഞാൻ ഇതുവരെ എന്റെ സ്വന്തം സംരക്ഷണത്തെ മാത്രമാ ചിന്തിച്ചിട്ടുള്ളൂ. സ്വതക്കയെ കുറിച്ച് തന്നെ പറയാം. ഞാൻ എന്റെ സുരക്ഷിതത്വം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടുന്ന് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് സ്വതക്കയായി മറ്റയാളുടെ കയ്യിലേക്ക് എത്തലോടുകൂടെ ഞാൻ ഇന്ന് മുതൽ നിന്റെ കാവൽക്കാരനാ, സ്വതക്ക കാവല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് പറയുന്ന വർത്തമാനം കേട്ടോളൂ. കുന്തു അദുവാ, ഞാൻ നിന്റെ ശത്രുവായിരുന്നു. തീർച്ചയായും പണം നിനക്ക് ശത്രുവായി വരുന്നോടത്ത് ഞാനും നിനക്കൊരു ശത്രുവായി ഇരിക്കുകയായിരുന്നു. സദഖ എന്ന മാർഗത്തിലേക്ക് നീ എന്നെ ഉപയോഗപ്പെടുത്തിയതോടുകൂടെ ഞാൻ നിന്റെ ഇഷ്ടഭാജനമായി, ഞാൻ നിന്റെ മിത്രമായി മാറിയെന്ന് സദഖ പറഞ്ഞിട്ടാ പോവാ സയ്യിദുനാ റസൂലുള്ളാഹി. നാലാമത് പറയുന്ന വർത്താനം കേട്ടോളൂ. കുന്തു ഫാനിയത്തൻ, ഞാൻ നശിച്ചു പോണ്ട സാധന, ഞാൻ നശിച്ചു പോവേണ്ടതായിരുന്നു. പക്ഷേ നീ എന്നെ നിലനിർത്തി. അള്ളാന്റെ കോടതിയിലെത്തിയാലും ഞാൻ അവിടെ നിനക്ക് ഗുണമായിട്ടൊരു ഞാൻ നശിച്ചു പോവില്ല. നീ സ്വതക്ക എന്ന അമലിലൂടെ എന്നെ ഉപയോഗപ്പെടുത്തിയപ്പോ, ഞാൻ സ്വതക്കയായി മാറിയപ്പോ ഞാൻ നശിക്കാത്ത ഒരു മുതലായി എന്ന് സ്വതക്ക പറയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത് സ്വതക്ക പറയും കുന്തു ഖലീലതൻ ഫകസ്സർതനി, ഞാൻ അല്പമായിരുന്നു, നീ എന്നെ പെരുപ്പിച്ചു. ഞാൻ അല്പമായിരുന്നു, നീ എന്നെ പെരുപ്പിച്ചു. ഇങ്ങനെ 5 വർത്താനം പറഞ്ഞിട്ടാ പോവാ. ഒരാള് ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് 10 ഇരട്ടി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ സദഖ ജീവിതത്തിൽ വലിപ്പങ്ങൾ മാത്രം സൃഷ്ടിച്ച് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കി തന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് അത് ഇടം മാറുമ്പോ നമുക്ക് സന്തോഷത്തിന്റെ വർത്താനം പറയൂന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്ക് തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഈ സംരംഭത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള പലരുമുണ്ട്. പലരും രോഗികളാണ്, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ ദിവസവും നടക്കുന്ന ഈ ക്ലാസിന്റെ കോർഡിനേറ്റർ ബഹുമാനായ ഇബ്രാഹിം സാഹിബ് സുഖമില്ല ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബിന്റെ ശാരീരിക പ്രയാസങ്ങളും വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ലക്ഷക്കണക്കിന് രൂപ ചികിത്സക്ക് വരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ റബ്ബേ, ആ ചികിത്സ കൊണ്ട് ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ അടക്കമുള്ള എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ചെറിയ മക്കളാണ് തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ കാര്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടി നടക്കുന്ന ചെറുപ്പക്കാരനാണ്. ആ സഹോദരന് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്ത് നിന്ന് വന്നിട്ട് 3 മാസമായി, വിവാഹങ്ങൾ നോക്കുന്നു, ഇന്നവരെ ഒന്നുമായിട്ടില്ല. തിരിച്ച് വിദേശത്തേക്ക് പോവാൻ സമയമായി, വിവാഹ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല.
ഈ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു ഉമ്മ അവരുടെ മകന് വേണ്ടി പ്രത്യേകം ദുആരക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകു അല്ലാ. അനുയോജ്യമായ വിവാഹ ജീവിതത്തിലേക്ക്, വിവാഹ ബന്ധത്തിലേക്ക് ആ ചെറുപ്പക്കാരനെ അടുപ്പിക്കുക അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും വിവാഹവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലാണ്, ആലോചനകളിലാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അനുയോജ്യമായ ഹലാലായ രീതിയിലുള്ള ബന്ധങ്ങളിലേക്ക് ഞങ്ങളെ യൗവനങ്ങളെ നീ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പലരിലും ചെങ്കണ്ണ് രോഗങ്ങളുണ്ട് റഹ്മാനേ. അല്ലാഹുവേ ഒരുപാട് പേര് ചെങ്കണ്ണ് രോഗമുള്ളവരുണ്ട്. പ്രത്യേകിച്ച് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ റഹ്മാനേ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ സ്വഭാവത്തിൽ ദീനിന്റെ കാര്യങ്ങളോട് താല്പര്യമുള്ളവരാക്കണേ അല്ലാ. കടം കൊണ്ട് വലഞ്ഞവർ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. കടങ്ങളൊക്കെ നീ തന്നതാണ് അല്ലാ. കടങ്ങളൊക്കെ നീ വീട്ടണേ റഹ്മാനേ. പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ് അല്ലാ. നീ നിറവേറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ വാഹനങ്ങളിൽ നീ ബറക്കത്ത് നൽകുക അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദ് ഹസ്സലാക്കുക അല്ലാ. അല്ലാഹുവേ റബ്ബേ ഒരുപാട് പേര് ദുആ വസിയത്ത് എഴുതി അറിയിച്ചും വാട്സാപ്പിലും മറ്റുമായും അല്ലാഹുവേ ഒരുപാട് പേര് ദുആ വസിയത്ത് കമന്റിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യേകം പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അല്ലാഹുവേ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സന്തോഷം എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ പലരുടെയും ആണ്ട് ദിവസങ്ങളാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകുക അല്ലാ. അല്ലാഹുവേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പ്രത്യേകം ദുആരക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.